വളരെ ശാസ്ത്രീയമായ രീതിയിൽ, ഇല്ലെങ്കിൽ പഴയ രീതിയിൽ കഥ തുടങ്ങട്ടെ. പണ്ട് പണ്ട് നിഷധ രാജ്യത്തിലെ രാജാവായ വീരസേനൻ്റെ മകനായിരുന്നു നളൻ. അതേസമയം വിദർഭ രാജ്യത്തിൽ ഭീമരാജാവിൻ്റെ മകളായിരുന്നു ദമയന്തി. അപ്പോൾ ഒരിടത്തൊരിടത്ത് ഒരു നളനും ഒരിടത്തൊരിടത്തൊരു ദമയന്തിയും. അങ്ങനെയാണ് കഥ തുടങ്ങുന്നത് അല്ലേ? പക്ഷേ ഈ നളനും ദമയന്തിയും തമ്മിൽ പരസ്പരം കണ്ടിട്ടേയില്ല. കാണാതിരിക്കുന്ന സമയത്ത് അവരുടെ ഇടയിൽ ഒരു ദൂതനായിട്ട് വന്ന ഒരാളുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നളൻ ഇങ്ങനെ ഒരിക്കൽ തടാകക്കരയിലിരിക്കുമ്പോൾ തടാകത്തിൽ ഇങ്ങനെ ഒരു ഹംസം ഇങ്ങനെ നീന്തി തുടിച്ചിങ്ങനെ പോകുന്ന കണ്ട് നളൻ ഇങ്ങനെ ആ ഹംസത്തിനെ പിടിക്കുമ്പോൾ പറയും, എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയുമ്പോൾ, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല, എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോഴാണ് ഹംസം പറയും, വിദർഭ രാജ്യത്ത് രാജകുമാരിയുണ്ട്, സുന്ദരിയായിട്ടൊരു ദമയന്തിയുണ്ട്. ആ ദമയന്തിയുടെ അടുക്കൽ വിശേഷം ഞാൻ പറയാം. നിങ്ങൾ രണ്ടുപേരും പരസ്പരം നല്ല അനുരൂപരായിട്ടുള്ള ദമ്പതികളായി തീരും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഞാൻ അതുകൊണ്ട് ദമയന്തിയുടെ അടുക്കൽ അങ്ങയുടെ വിശേഷം പറയട്ടെ എന്ന് ചോദിക്കും. ഉടനെ തന്നെ ദമയന്തിയുടെ അടുക്കലേക്ക് ഈ ഹംസം പോവുകയാണ്. ഹംസം പോയിട്ട് അവിടെ ചെന്ന് ദമയന്തിയും തോഴിമാരും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഹംസം ചെല്ലുമ്പോൾ ദമയന്തി ഹംസത്തിനെ പിടിക്കുമ്പോൾ ദമയന്തിയുടെ അടുക്കൽ ഹംസം പറയും, ഞാൻ നളൻ്റെ അടുക്കൽ നിന്ന് വരുന്ന ആളാണ്. നളൻ ഇങ്ങനെ വളരെ സുന്ദരനായ ഒരു രാജകുമാരനാണ്, സുമുഖനാണ്, നിനക്ക് അനുരൂപനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ ഹംസം ഇടയ്ക്ക് നിന്ന് രണ്ടുപേരുടെയും മനസ്സിൽ രണ്ടുപേരെക്കുറിച്ചും പരസ്പരം എന്തോ ഒരു അടുപ്പം ഉണ്ടാക്കത്തക്ക രീതിയിലാണ് ഹംസം ഈ സന്ദേശങ്ങൾ കൈമാറുന്നത്. അതാണ് ഈ ഹംസമായി പോവുക എന്ന് പറയുന്നൊരു പ്രയോഗം തന്നെ മലയാളത്തിലുണ്ട്. അതായത് ഒട്ടും അറിയാൻ പാടില്ലാത്ത രണ്ടാളുകളുടെ ഇടയിൽ ഒരു മധ്യവർത്തിയായിട്ട് നിന്ന് കാര്യങ്ങൾ കാണാനായിട്ട് സഹായിക്കുന്ന ഒരാൾ, ഒരു ദൂതൻ എന്നുള്ള നിലയിൽ, അതാണ് ഹംസമാകുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രയോഗം മലയാളത്തിലുണ്ട്. അത് ഇതിൽ നിന്ന് വന്നതാണ്. ഹംസത്തിൻ്റെ റോളെന്ന് പറയുന്നത് ഇങ്ങനെ മെസ്സേജ് അയക്കുക, അത് കൊണ്ടു കൊടുക്കുക, തിരിച്ചവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. ഇങ്ങനെയുള്ള രീതിയിൽ നളനും ദമയന്തിയും മാനസികമായിട്ട് വളരെ അടുത്തു. അപ്പോൾ ദമയന്തി മനസ്സിൽ വിചാരിക്കും, എനിക്ക് എന്തെങ്കിലും ഒരു കാലത്ത് എൻ്റെ അച്ഛൻ കല്യാണം നിശ്ചയിക്കുകയാണെങ്കിൽ ആ വിവാഹത്തിന് ഞാൻ നളനെ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ, നളനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്ന് ദമയന്തി സ്വയം മനസ്സിലങ്ങ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് വിദർഭ രാജ്യത്തിലെ ഭീമരാജാവ് സ്വന്തം മകൾക്ക്, ഭൈമി എന്നും കൂടെ പേരുണ്ട് ദമയന്തിക്ക്. എന്താണെന്നറിയോ? ഭീമരാജാവിൻ്റെ മകളായതുകൊണ്ടാണ് ഭൈമി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഭീമരാജാവിൻ്റെ മകൾക്ക് സ്വയംവരം നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നാടെങ്ങും പരക്കുന്നത്. അപ്പം നളൻ വിചാരിക്കും, ഇത് ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണല്ലോ, അപ്പോൾ എന്തായാലും ഒന്ന് പോയി ദമയന്തിയെ നേരിട്ട് കാണാം, കല്യാണം കഴിക്കാം എന്നിങ്ങനെ തീരുമാനിച്ച് അങ്ങനെ ഒരു ഭൈമീ കാമുകനായിട്ടാണ് നളൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുന്നത്, നിഷധരാജ്യത്തിൽ നിന്ന് വരുന്നത്. ദമയന്തിയെ വിവാഹം കഴിക്കാൻ തയ്യാറായിട്ട് യമനുണ്ട്, അഗ്നിയുണ്ട്, വരുണനുണ്ട്. ഇവർ 3 പേരും, ഇന്ദ്രനുമുണ്ട്. 4 പേരാണ്. ഈ 4 പേരും ചേർന്ന് ദമയന്തിയെ വിവാഹം കഴിക്കാനായിട്ട് അവരും ദേവലോകത്ത് നിന്ന് വരികയാണ്. അവരും ഭൈമീ കാമുകന്മാരാണ്. അങ്ങനെ വിവാഹ മണ്ഡപത്തിൽ എല്ലാ രാജാക്കന്മാരും ഇരിക്കുകയാണ്. സ്വയംവരമാണ്. സ്വയംവരം എന്ന് പറയുമ്പോൾ രാജകുമാരി മാലയുമായിട്ട് വന്ന് രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ട രാജാവിൻ്റെ കഴുത്തിൽ മാല അണിയിക്കണം. അതാണ് സ്വയംവരം എന്ന് പറയുന്നത്. സ്വയം തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ദമയന്തി വിവാഹ മണ്ഡപത്തിലേക്ക് വരികയാണ്. ആ വലിയ വിശാലമായ ഹാളിൽ ഇങ്ങനെ രാജാക്കന്മാർ നിരന്നിരിക്കുന്നു. ദമയന്തി ഇങ്ങനെ മാലയായിട്ട് വരുന്നു. ഓരോരുത്തരും ഇങ്ങനെ കഴുത്ത് നീട്ടുമ്പോഴേക്കും ദമയന്തി അവരെ കടന്നു പോകുന്നു. അവർ വലിയ നിരാശരായിട്ട് പുറകോട്ട് ഇങ്ങനെ മാറുന്നു. ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ വരുമ്പോൾ ദമയന്തി നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് 5 പേര് ഒരേപോലെ നിൽക്കുന്നു. ഈ 4 ദേവന്മാരും നളൻ്റെ വേഷത്തിലാണ് നിൽക്കുന്നത്. അത് അവരുടെ ഒരു ട്രിക്കാണ്. കാരണം അവർ ഒരു വിദ്യ കണ്ടുപിടിച്ചതാണ്. ദമയന്തി നളനെ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നളനിൽ നിന്ന് ഇവർ മനസ്സിലാക്കി. അപ്പോൾ ഇവരെന്ത് ചെയ്തിരിക്കുന്നു? ഇവർ 4 പേരും ഒരേപോലെ നളൻ്റെ വേഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ദമയന്തി ആരെ എടുക്കും? ഈ 5 പേരും നിരന്ന് നിൽക്കുമ്പോൾ ദമയന്തി ആരെ തിരഞ്ഞെടുക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരേപോലെ, ഒരു വ്യത്യാസവും ഇല്ല. അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും ദമയന്തിക്ക് മനസ്സിലായി, ഈശ്വര, ഇതെന്തോ കുതന്ത്രമാണ്, എന്നെ പറ്റിക്കാനായിട്ട്, എന്നെ വിഷമിപ്പിക്കാനായിട്ടുള്ള ഒരു വേലയാണ് എന്നിങ്ങനെ മനസ്സിലാക്കും.
മനസ്സിലാക്കി കഴിഞ്ഞ് ദമയന്തി ഇങ്ങനെ മനസ്സിൽ ഈശ്വര എന്നെ രക്ഷിക്കണേ, എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, നളനോടുള്ള സ്നേഹത്തിന് എനിക്ക് പ്രതിഫലം കിട്ടണേ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ധ്യാനിക്കും. മനസ്സിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദമയന്തി ഇങ്ങനെ നോക്കുമ്പോഴെന്താ, ഇവർ 4 പേരുടെയും കാലടികൾ നിലത്ത് തൊട്ടിട്ടില്ല. അതുപോലെ തന്നെ 4 പേരുടെയും വസ്ത്രവിശേഷങ്ങൾ, വസ്ത്രവിധാനങ്ങൾ ഒട്ടും ഉലഞ്ഞിട്ടില്ല, പൊടി പറ്റിയിട്ടില്ല. 4 പേരുടെയും കഴുത്തിൽ കിടക്കുന്ന മാലകൾ വളരെ ഫ്രഷായിരിക്കുന്നു. ഫ്രഷ് എന്ന് വെച്ചാൽ പുതിയ പുഷ്പങ്ങൾ കൊണ്ട് അപ്പോൾ കഴുത്തിലിട്ട മാല പോലെയാണ് ഇവരുടെ 4 പേരുടെയും കഴുത്തിൽ. അപ്പം മറ്റേ 5-മത്തെ ആളോ അയാളുടെ കാല് നിലത്തുറച്ചിട്ടുണ്ട്, ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാലടികൾ, പിന്നെ ഉലഞ്ഞ വസ്ത്രങ്ങൾ, കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, ആ ഉലഞ്ഞ വസ്ത്രങ്ങൾ, പിന്നെ കഴുത്തിൽ കിടക്കുന്ന മാലയാണെങ്കിലും കുറച്ച് വാടിത്തുടങ്ങിയ മാലയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അതാണ് നളൻ അല്ലേ? ബാക്കിയുള്ളവർ 4 പേരും ദേവന്മാരാണ്. ദമയന്തിക്ക് മനസ്സിലായി, എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്, എനിക്കിത് കാണിച്ചു തന്നത് ഈശ്വരൻ തന്നെയാണ്, എനിക്കത് എൻ്റെ കണ്ണ് തുറപ്പിച്ചു തന്നത് എന്ന് ദമയന്തിക്ക് മനസ്സിലാകും. ദമയന്തി നിഷ്പ്രയാസം ചിരിച്ചുകൊണ്ട് കയ്യിലിരുന്ന മാല നളൻ്റെ കഴുത്തിലിടുകയും ചെയ്യും. അങ്ങനെയാണ് ദമയന്തിയുടെ സ്വയംവരം നടക്കുന്നത്. ദേവന്മാർക്കാണെങ്കിലും അവർക്കും സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹത്തിന് വേണ്ടി ഇത്രയും പാടുപെട്ട് വന്ന നളൻ്റെ ഇഷ്ടം സാധിച്ചല്ലോ, ദമയന്തിയുടെ ഇഷ്ടവും ആഗ്രഹവും നടന്നല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം ദേവന്മാർക്കുണ്ടായി. അവർ 4 പേരും ഇവരെ അനുഗ്രഹിച്ച് സന്തോഷമായിട്ട് ഐശ്വര്യമായിട്ട് ജീവിക്കൂ എന്ന് അനുഗ്രഹിച്ച് ഇവർ 4 പേരും തിരിച്ച് ദേവലോകത്തേക്ക് പോവുകയും ചെയ്യും. നളൻ ദമയന്തിയുടെ കൈപിടിച്ച് സ്വന്തം രാജ്യമായ നിഷധ രാജ്യത്തിലേക്ക് പോകും. പക്ഷേ നളൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാറും കോളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് നമുക്ക് കാണാം.